എംപുരാൻ. നമസ്കാരം. രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എംപുരാൻ്റെ ടീസർ വന്നു, അതിൻ്റെ ഡീകോഡിങ് ഉണ്ട്, പല കാര്യങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര റിവ്യൂസ് എല്ലാം അതിൻ്റെ ഫുൾ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പറയേണ്ട കാര്യമില്ല. ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ ഒരു മാസ് സിനിമ വരുമ്പോൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു ടിപ്പിക്കൽ ട്രാഫിക് അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. പ്രത്യേകിച്ച് ലൂസിഫറിൻ്റെ ഒരു സീക്വൽ വരുമ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, കുറേ നാളായിട്ട് ലാലേട്ടനെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളത് ഫാൻസിൻ്റെയും സാധാരണ ഓഡിയൻസിൻ്റെയും സിനിമാ പ്രേക്ഷകരുടെ മലയാളികളുടെ ഒരു 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 വിഷമം അതെല്ലാം കൂടി തീർത്ത് കൊടുത്ത ഒരു ടീസർ തന്നെയായിരുന്നു എംപുരാൻ്റെത്. അവിടെയും പൃഥ്വിരാജ് ഈ പടം ഒരു ചെറിയ പടം ആണെന്നല്ല പറഞ്ഞത്, പുള്ളി അവിടെ വേറൊരു വാക്ക് ഉപയോഗിച്ചു. എനിക്ക് ആക്ച്വലി ഇനിയിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനൊരു ഇത്ര ഗംഭീരമായ ഒരു ചടങ്ങിൽ ഇത്ര ബിൽഡപ്പൊക്കെ കൊടുത്തൊരു ടീസർ ഇറക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം സംഭവിച്ചിരിക്കണം. പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഡീകോഡിങ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഡീകോഡിങ് എന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിലേക്ക് വരാതിന് മുന്നേ എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന്, പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു ഒബ്സർവേഷനാണ്. പുള്ളിയുടെ ഒരു വിഷൻ, ഒബ്സർവേഷൻ, പുള്ളിയുടെ ഷാർപ്പായിട്ട് കൊണ്ടുവരുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട്. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതാണ് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് ലാലേട്ടൻ്റെ ഒരു ഔട്ട്ലുക്ക്, ലാലേട്ടൻ്റെ ഒരു അറ്റയർ, പുള്ളിയുടെ ഒരു ഔട്ട്ഫിറ്റ് എല്ലാം ഇതിൽ എടുത്തു പറയണം. ഈ ടീസർ ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണങ്ങളൊന്ന് ലാലേട്ടൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് തന്നെയാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാര്യം കുറച്ച് നാളായിട്ട് പ്രത്യേകിച്ച് ഒടിയനിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലാലേട്ടൻ ആ ഒരു മീശയൊക്കെ പിടിച്ച് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്തു. ആ പടം അങ്ങനെ ആയിപ്പോയെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിനുശേഷം വന്ന സിനിമകൾക്ക് മൊത്തം കുളമായിരുന്നു. പക്ഷേ അപ്പോഴും പുള്ളീനെ വൃത്തിക്ക് ഉപയോഗിച്ചൊരു സിനിമ എന്ന് പറയുന്നത് ലൂസിഫറാണ്. ലൂസിഫറും നന്നായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഒരു പടമുണ്ട് നമ്മുടെ ബ്രോഡാഡി. ഞാൻ പറഞ്ഞത് ഈ രണ്ടും പൃഥ്വിരാജിൻ്റെ സിനിമകളാണ്. പൃഥ്വിരാജ് ഇതിനകത്ത് രണ്ടിലും ലാലേട്ടനെ ഉപയോഗിച്ച രീതി, അതിൻ്റെ ലാലേട്ടൻ കൊടുത്തിരിക്കുന്ന ഔട്ട്ഫിറ്റ്, ലാലേട്ടൻ്റെ ഡ്രസ്സ്, ലാലേട്ടൻ്റെ മീശ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രയൊക്കെ പോരായ്മകൾ ആ ഫേസിൽ വന്നിട്ടുണ്ടോ അതെല്ലാം മറച്ചു വെക്കുന്ന, അല്ല അതിനെല്ലാം കവറപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ലുക്ക്, ഒരു ഔട്ട്ഫിറ്റ് ലാലേട്ടന് ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് മാത്രമാണ്. ഇപ്പോൾ നേരെ ഹിറ്റായി സംഭവം ഓക്കെയാണ്. ആ കഥ കൊണ്ടും അതിൻ്റെ അകത്തുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടും ആ പടം ഹിറ്റായി, ഒരു സംശയമില്ല. ജിത്തു ജോസഫാണ്. പക്ഷേ ലാലേട്ടനെ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിലത് ഏതൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരണം എന്ന് ശരിക്കും എല്ലാവരും കണ്ടുപിടിക്കണം പൃഥ്വിരാജ് സുകുമാരനെ. അത് ഞാൻ പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാം. ഇപ്പോൾ എംപുരാൻ്റെ നിങ്ങൾ ഷൂട്ട് ഇത് ടീസർ കണ്ടാൽ തന്നെ മനസ്സിലാവും. എംപുരാനിൽ ഈ ഒരു സിനിമ ഇപ്പോൾ പൃഥ്വിരാജ് ലൂസിഫർ എടുത്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റിയിലും ഹൈ ക്വാണ്ടിറ്റിയിലുമാണ് സിനിമ എടുത്തിരിക്കുന്നത്. അത് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോഴും ആ ഒരു പടത്തിന് ഇപ്പോഴും ഭയങ്കര റിപ്പീറ്റഡ് വാല്യൂ ആണ്. കാര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾക്കും ആ ക്വാളിറ്റി ഉണ്ട്. സത്യമായിട്ട് ഞാൻ ഇന്നും ആ സിനിമ കുറേ ഭാഗങ്ങൾ കണ്ടു. അത് വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്നത് നമ്മൾ പോലും അറിയാണ്ട് നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ലാലേട്ടൻ കൊടുത്തിരിക്കുന്ന ഡ്രസ്സ്, വൈറ്റ് ആൻഡ് വൈറ്റ്, ലാലേട്ടൻ്റെ കണ്ണുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, താടി, അതൊക്കെ ശരിക്കും അതിനൊക്കെ ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയുണ്ടെന്നുള്ളത് ശരിക്കും അത് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കൊന്ന് മനസ്സിലാകുന്നത്. പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കളർ ഗ്രേഡിങ്, അതിനകത്തെ കോൺട്രാസ്റ്റുകൾ, കാറ്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കൂട്ടം, ഡയലോഗ് ഡെലിവറീസ്. Narcotics is a dirty business. അത് ഓരോ ആംഗിളിൽ ഒരു ബാക്ക് ഷോട്ട്സുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അതിനകത്ത് ആ ബാക്ക് ഷോട്ടിൽ കൊടുത്തിരിക്കുന്ന ലാലേട്ടൻ്റെ ആ കണ്ണിൻ്റെ ചലനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പുള്ളി അതിനെ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ ഞാൻ പറയണത് അത് പുള്ളി അത്രത്തോളം പെർഫെക്ഷൻ, പുള്ളി ഭയങ്കര ഒബ്സർവറാണ്. ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാൾ ഹൈ ആയിട്ട് അത്രയും ഫിൽട്രേഷൻ നടന്ന് നല്ല ഫിൽട്രേഷൻ. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വട്ടം ഫിൽറ്റർ ചെയ്യണം. നമ്മൾ ബ്രെയിനിനെ കുറേ വട്ടം ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടന്റ് കിട്ടും. ഇപ്പോൾ ഞാൻ ചില ആൾക്കാർക്കൊക്കെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകണമെങ്കിൽ കുറേ സമയമൊന്നും വേണ്ട, ഒറ്റ നോട്ടത്തിൽ അവർ ഡ്രസ്സ് എടുക്കും, ഒരു ഷൂ എടുക്കും, അല്ലെങ്കിൽ ഒരു കാർ എടുക്കും. അത് വലിയ പഠനങ്ങളൊന്നും വേണ്ട. കാര്യം എത്ര ഫിൽറ്റർ ചെയ്ത് ബ്രെയിനിനെ ഷാർപ്പാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് അത് കൂടുതലായിട്ടും പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ട ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്, ഒരു സംശയമില്ല. ഞാനത് പറയാനുള്ള കുറേ കാര്യങ്ങളിലാണ് 1-2 ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ടോവിനോൻ്റെ കഴിഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ടോവിനോ പറഞ്ഞൊരു കാര്യം, പൃഥ്വിരാജ് ഡയറക്ടറായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ആക്ഷൻ ഓക്കെ എന്നാണ് പറയുന്നത്. കട്ട് ആക്ഷൻ ഓക്കെ, സാധാരണ കട്ട് ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് പ്രിവ്യൂ ചെയ്യും. അതിനുശേഷം എന്തൊക്കെ എഡിറ്റിംഗ് മാറ്റങ്ങൾ വരുത്തണം ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഷോട്ട് ഓക്കെ ആണെന്ന് പറയുന്നത്. ഈ പുള്ളി കട്ട് ആക്ഷൻ ഓക്കെ, അടുത്ത ഷോട്ടിലേക്ക് പോകാം, ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഇത്രയും വർഷമായിട്ട് മലയാള സിനിമയിൽ ഒത്തിരി സംവിധായകരുണ്ട്, അവരാരും ചെയ്യാത്ത പോലത്തെ ഫിൽട്രേഷൻ, അത്രയും കാൽക്കുലേഷൻ പൃഥ്വിരാജിനകത്ത് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ആരും നോട്ടീസ് ചെയ്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയും ബ്രില്യൻ്റാണ് പുള്ളി. ഓക്കെ, അപ്പോൾ ലൂസിഫർ ഇപ്പോഴും ഹൈ ക്വാളിറ്റിയിലാണ് ആ പടം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം, പുഷ്പ 1800-1900 കോടിയൊക്കെ കളക്ട് ചെയ്തു. ആ പടത്തിന് എന്താണ് ശരിക്കും ക്വാളിറ്റി ഉള്ളത്?
ഓക്കെ, അത് ഒരു ഇത്രയും ലെങ്തി ആയിട്ടുള്ള സിനിമ ചെയ്തു വരുമ്പോൾ കുറേയൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. കാര്യം അത്രത്തോളം സമയം മാത്രമൊന്നുമല്ല, ചിലപ്പോൾ ഒരു ബ്രെയിനാണ് ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ചിലപ്പം മടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമുക്ക് സെൻസിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെന്നുണ്ടാവില്ല. ആ സ്ഥാനത്താണ് പൃഥ്വിരാജ് 2 മണിക്കൂർ 50 മിനിറ്റ് 53 മിനിറ്റുള്ള ലൂസിഫർ എടുത്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും അത് സമ്മതിച്ചിരിക്കണം. എനിക്കത് പുള്ളിയുടെ പറയാൻ വാക്കുകളില്ല ശരിക്കും. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ MS ധോണിയാണ് മലയാള സിനിമയിലെ പൃഥ്വിരാജ്. കാര്യം ധോണി എന്ന് പറയുന്നത് ഭയങ്കര കാൽക്കുലേഷനാണ്. അത് പുള്ളി പുറമേ സംസാരിക്കുമ്പോഴൊന്നും അതിനെപ്പറ്റി പറയാറില്ല, പക്ഷേ പെർഫെക്റ്റാണ്. ഓരോ ബോളിനും എത്ര സ്റ്റെപ്പ് വെച്ച് ഓടണം, ഓരോ പാസ് വരുമ്പോൾ റണ്ണൗട്ടിന് വേണ്ടി എവിടെ കറക്റ്റായിട്ട് പുള്ളി നിൽക്കണം, ഇൻ കേസ് പുള്ളി അവിടെ അല്ലെങ്കിൽ പുള്ളി ആ ത്രോ എടുത്ത് എങ്ങനെയായിരിക്കണം പുള്ളി ആ സ്റ്റമ്പിലേക്ക് ഡയറക്റ്റ് ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ ധോണിയുടെ ബ്രെയിൻ ഭയങ്കരമാണ്. അത് നിങ്ങൾ ആ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ഫൈനലിൽ പുള്ളിയുടെ ആ ഒരു ബോൾ ലാസ്റ്റ് 1 റണ്ണോ 2 റണ്ണോയ്ക്ക് വേണ്ടി വന്ന സമയത്ത് പുള്ളി ചെയ്തൊരു പരിപാടി, ആ കീപ്പിൽ ത്രോ ബോൾ കയ്യിലേക്ക് വന്ന നിമിഷം പുള്ളി ഫസ്റ്റ് ആ പുള്ളിയുടെ ഒരു ഗ്ലൗസ് മാറ്റി പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഗ്ലൗ മാത്രമാക്കി, പ്ലെയിൻ ഗ്ലൗ മാത്രമാക്കി പുള്ളി അത് റൺ ചെയ്ത് കൊണ്ട് മുട്ടിച്ചത്. അത്രയും കാൽക്കുലേറ്റഡ് ആണ്, ബ്രെയിൻ അത്രയും ഷാർപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാര്യം ഈ സിനിമ ഈ ലൂസിഫർ എമ്പുരാൻ്റെ ടീസറിൽ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. എവിടെയെങ്കിലും ലാലേട്ടൻ കാര്യം ഇതിൻ്റെ ടീസർ എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് പോലെയാണ്, ഒരു ഹോളിവുഡ് മോഡലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ലാലേട്ടന് അങ്ങനെ ഫിറ്റാകുന്ന ഒരു കോസ്റ്റ്യൂം അല്ല ഈ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് വന്ന. നമുക്കറിയാം ഈ സാഗരലേസ് ജാക്കിക്കകത്തൊക്കെ ചെയ്തു മലയാളികൾ അന്നത്തെ ഫാൻസ് കൈയടിച്ചെന്നല്ല. എനിക്ക് അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാര്യം പുള്ളിയുടെ തടിയും വെച്ച് ഇങ്ങനെ വെച്ച് ഒരു സ്റ്റൈലുണ്ട്. ലാലേട്ടൻ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ബ്യൂട്ടിയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ എമ്പുരാനെ പോലെ അല്ലെങ്കിൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെയൊന്നും അല്ല ഒരു കോട്ടും സൂട്ട് വിട്ട് ലാലേട്ടനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ആ ഒരു ലുക്കിന് ഒരു മോഡി കൊടുക്കാൻ വേണ്ടി ഒരു ലുക്കിന് ഒരു കവറേജ് കൊടുക്കാനായിട്ട് He's coming back. Abra, Qureshi, Abra. This deal is with the devil. ആയിട്ട് പുള്ളി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ കട്ട്സ്, അതിൻ്റെ കോൺട്രാസ്റ്റ്, അതിൻ്റെ ഓരോ ഷെയ്ഡുകൾ എൻ്റെ പൊന്നെ പുള്ളി പുള്ളി അത്ര പ്ലാൻ ചെയ്താണ്. ആ പള്ളിയിലുണ്ടല്ലോ, ഇപ്പോൾ ഇറാഖിലുള്ള പള്ളിയാണ് കാണിച്ച് വെച്ചിരിക്കുന്നത്. അതിന് ആ പള്ളിയിനകത്തുള്ള സീനിൽ ആ പശ്ചാത്തലമായിട്ട് ഇണങ്ങിച്ചേരുന്ന കറക്റ്റ് ഒരു കോസ്റ്റ്യൂമിൽ ഒരാൾ എന്ത് ബ്യൂട്ടിഫുള്ളാണ് ആ പിക്ചർ വന്നിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ സുജിത് വാസുദേവാണ് ഇതിൻ്റെ DOP എന്ന് പറഞ്ഞു, അല്ലാതെ മ്യൂസിക് ദീപക് ദേവ്, അങ്ങനെ പല ആൾക്കാരുടെ ഒരു ഏരിയ എല്ലാവരും ഗ്യാദർ ചെയ്ത് അവരുടെ പാർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഉറപ്പ് പറയണു, ഇവർ ഈ പരിപാടി ഇപ്പോൾ മ്യൂസിക്കിനെ എനിക്കറിയില്ല, ബാക്കി ഈ കട്ട്സ് അല്ലെങ്കിൽ ഇതിൻ്റെ DOP ഇതൊക്കെ അവർ ചെയ്യുന്നതിനേക്കാളും മേലെ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് പൃഥ്വിരാജ്. അത് ഞാൻ ഒരു സംശയമില്ലാണ്ട് പറയാം. കാര്യം പുള്ളിയാണല്ലോ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഗ്യാദർ ചെയ്തെടുക്കുന്നത്. എത്രയൊക്കെ അവർ കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് സീക്ക് ചെയ്യുന്ന പുള്ളിയാണ്. പുള്ളി പറയുന്ന പോലെയാണ് അവർ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് അഭിനയത്തിൻ്റെ പോലും ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് നമ്മളിൽ നിന്നെല്ലാം പിഴിഞ്ഞ് മേടിക്കുന്നതെന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് എന്താണ് വേണ്ടത് അത് പുള്ളി മേടിച്ചെടുക്കും. അഭിനയത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ അതിൻ്റെ DOPൻ്റെ ആയാലും അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ആയാലും എല്ലാം പുള്ളി വാങ്ങിച്ചെടുക്കും. പുള്ളി വ്യക്തമായ ധാരണയുണ്ട്. വ്യക്തമായെന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ഒരു 500 വട്ടം വായിച്ച് ഇനിയും താഴട്ടെ, കുറച്ചുകൂടെ പോരട്ടെ, പഠിച്ച് അതിൻ്റെ കറക്റ്റ് A to Z പുള്ളിനെ ഒരു ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണിപ്പിച്ച് ചെയ്ത് സീനാന്ന് പറഞ്ഞാൽ പുള്ളി അത് പറയും. അത്രത്തോളം ഷാർപ്പായിട്ട് വ്യക്തതയോടുകൂടിയാണ് പുള്ളി സ്ക്രിപ്റ്റിനെ സമീപിച്ചിരിക്കുന്നത്. അത് ഒരു സംശയം എനിക്ക് പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇത്രയും വ്യക്തമായിട്ട് ഇത്രയും പ്രസൻറ്റ് ബ്രെയിനോട് കൂടി നിൽക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് പറയണത് വരികൾക്കിടയിലൂടെ വായിച്ച് പറയണം. ഇത് ഡയറക്റ്റ് നമുക്ക് നോക്കിയപ്പോഴും മനസ്സിലാവണമെന്നില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നൊരു മേഖല ഇതാണ്, സൈക്കോളജി സൈക്കാട്രിയൊക്കെ ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഫിൽറ്റർ ചെയ്താണ് ഓരോ കാര്യങ്ങൾ. കാര്യം നമുക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടും കണ്ടുണ്ടാവും, ഒരു ചെറിയ സൗണ്ട് വരെ നമ്മൾ സെൻസ് ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ട ഒരു വ്യക്തിയും കൂടിയാണ് ഈ പുള്ളി നമ്മൾ ഈ കാണുന്ന പോലെ ഒരു സംഭവമല്ല പൃഥ്വിരാജ്. എനിക്കത് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. ഡീകോഡിംഗ് ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. ഇതിനകത്ത് സ്റ്റീഫൻ രണ്ടുപേരും എനിക്ക് കേരളത്തിൽ ഒത്തിരി ഷൂട്ടുകൾ പുറത്തുണ്ട്, ഒത്തിരി ഷൂട്ടുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലേക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിനെ വീണ്ടും അവർ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ലാലേട്ടനെ കാണിക്കുന്നുണ്ട്. അത് പഴയ കോസ്റ്റ്യൂംസിൽ തന്നെ, കേരളത്തിൻ്റെതായ ഒരു രീതിക്കുള്ള ടിപ്പിക്കൽ കോസ്റ്റ്യൂമിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ബാക്കി ഇൻ്റർനാഷണലി വരുന്ന എബ്രാം ഖുറേഷിനെ കാണിച്ചിരിക്കുന്നതെല്ലാം ആ മോഡലിലാണ്. ആ പുള്ളി അവിടുത്തെ ഒരു വലിയ ഗ്യാങ് അല്ലെങ്കിൽ ഒരു വെപ്പൺ ഡീൽ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ കൊട്ടേഷൻസ് എടുക്കുന്ന മെയിൻ ഗ്യാങ്സ്റ്ററാണ് പുള്ളി ഇതിനകത്ത് വരുന്നത്. പുള്ളിനെ പിടിക്കാനായിട്ട് അമേരിക്കൻ ഫോഴ്സാണ്, ഇറാഖിലാണ് സംഭവം കാണിക്കുന്നത്. അമേരിക്കൻ ഫോഴ്സാണ്, അത് ഇറാഖി ഫോഴ്സിൻ്റെ ഒരു ഇൻ്റലിജൻസ് അത്രയും വലുതാണെന്ന് അറിയില്ല. പക്ഷേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോഴ്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്സഡ് ആയിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ പല രാജ്യങ്ങളും കൂടി ജോയിൻ്റ് ആയിട്ട് പുള്ളിനെ പിടിക്കാൻ നടത്തുന്ന ഒരു ഓപ്പറേഷനായിട്ട് എനിക്കത് തോന്നി. പിന്നെ പല ഡീകോഡിങ് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. ഇലുമിനാലിറ്റി കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പൃഥ്വിരാജൊക്കെ മൊത്തം ഇലുമിനാലിറ്റിയുടെ ആൾക്കാരാണ് തോന്നുന്നത്. ഇവർ
ഇവർ കുറച്ച് ആൾക്കാർ പ്ലാൻ ചെയ്ത് ഇവിടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റിനെ വേറെ റൂട്ടിലേക്ക് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുരളി ഗോപി സമ്മതിച്ചിരിക്കണം, ഇവിടെ ഇരുന്ന് ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ രാജു എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു ചെറിയ പടമാണ്. ആദ്യമേ ഇവരുടെ മനസ്സിലൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് ഇതിനെ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവരണം. അതിൽ മുരളി ഗോപി വീണ്ടും എമ്പുരാൻ്റെ സ്ക്രിപ്റ്റ് വീണ്ടും ഈ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എമ്പുരാന് ശേഷം ഒരു സിനിമ അതിൻ്റെ സീക്വൽ വരുമ്പോഴും ആ സ്ക്രിപ്റ്റ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സ്ക്രിപ്റ്റിനെ വീണ്ടും മോഡിഫൈ ചെയ്ത് ആ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിലായിരിക്കും പുള്ളി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ മുരളി ഗോപിയും പൃഥ്വിരാജൊക്കെ എനിക്ക് തോന്നുന്നു ഒരേ റൂട്ടിൽ തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ വരാനും അതിങ്ങനെ പ്രാവർത്തികമാക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നത്. അവരുടെ വഴികളിൽ ഒരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 150 കോടിക്ക് മേലെ ഈ സിനിമയുടെ കോസ്റ്റ് പോയിട്ടുണ്ട്, ബഡ്ജറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൈക്ക പ്രൊഡക്ഷൻസ്, പിന്നെ ബാലാജി, ഫാദറിലോ ആ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെ വെച്ചിട്ട് അവരുടെ അളിയന്മാരൊക്കെ ഇതിനകത്ത് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. പിന്നെ ആൻ്റണി പെരുമ്പാവൂർ വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ ഇതിൻ്റെ ബാക്കിലുണ്ട്. എന്തായാലും എമ്പുരാൻ 3 അല്ലെങ്കിൽ എമ്പുരാൻ 3 അല്ല, അതിൻ്റെ അടുത്തൊരു സീക്വൽ നടക്കും. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് അവർ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് 3 ഇതുപോലെയല്ല, കുറച്ച് വലിയ പടമാണ്. അപ്പോൾ അത് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കഥ തീരണ്ടേ. പിന്നെ ആ ഒരു ഇപ്പോൾ ഒരാൾക്കാർക്ക് ഒരു ഹെയർ സ്റ്റൈൽ, ഇപ്പോൾ ലാലേട്ടൻ്റെ ഹെയർ ഈ എബ്രാം ഖുറേഷിനെ കാണിക്കുമ്പോൾ കുറച്ചും കൂടി മേലേക്കല്ല, കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇട്ട് ആ കോസ്റ്റ്യൂമിന് പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ നമ്മുടെ ഈ ഹോളിവുഡ് നടന്മാരെയൊക്കെ അവർ കോസ്റ്റ്യൂം ഇടുമ്പോൾ അവരുടെ ഒരു ഹെയർ സ്റ്റൈൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടുന്ന പോലെയൊക്കെ അത് ആ കറക്റ്റ് അങ്ങനെ ഇടുമ്പോൾ കറക്റ്റ് ബോഡിക്ക് കിട്ടുന്ന ഒരു ഫിറ്റ്നസ് ഉണ്ട് നമുക്ക് തോന്നുമ്പോൾ. അതൊക്കെ പൃഥ്വിരാജ് ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്ത് ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഗൺ ഷോട്ട് കാര്യങ്ങൾ വരുന്നത് ശരിക്കും ഇതൊരു വേറൊരു യൂണിവേഴ്സാണ്. ഈ പുള്ളിനെ പറ്റി പഠിക്കാൻ കുറേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജ് ശരിക്കും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള മലയാളത്തിൽ ഒരാൾക്കും ടച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൾട്ടി ടാലൻറ്റഡ് ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട്. ലാലേട്ടൻ ഏത് രീതിക്കും, ലാലേട്ടൻ അഭിനയത്തെ പറ്റി മോശം പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിനെ പറ്റി മോശം പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പുള്ളിനെ ഏത് രീതിക്കും നമുക്കിങ്ങനെ ഒരു എണ്ണ പോലെയാണെന്നാണ് ഷാജി കൈലാസ് പറഞ്ഞത്. ഒരു ബോട്ടിലേക്ക് നമ്മളൊരു എണ്ണ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാനീയം ഒഴിക്കുമ്പോൾ ആ പാനീയം ആ ബോട്ടിലിൻ്റെ ഷേപ്പിലേക്ക് മാറുന്നു. അതേപോലെയാണ് ലാലേട്ടൻ, ഏത് രീതിക്കും മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അത് പണി അറിയാവുന്ന ഒരാളുടെ കിട്ടുകയും കൂടി ചെയ്യണം. അല്ലാണ്ട് പുള്ളിക്ക് സ്വയം മാറി പുള്ളി ചെയ്യാൻ അങ്ങനെയുള്ള എല്ലാ സ്കില്ലും പുള്ളിക്കില്ല. പുള്ളി ഒരു കംപ്ലീറ്റ് ആക്ടറാണ്, അതൊക്കെ ശരിയാണ്. അതിൻ്റെ അപ്പുറം വേറെ ഒരു കാര്യങ്ങളിലൊന്നും പുള്ളി അങ്ങനെ കഴിവ് കളിക്കുന്ന ഒരാളൊന്നുമല്ല. കാര്യം ഇതെല്ലാം കൂടി എല്ലാവർക്കും പറ്റണമെന്നില്ല. പുള്ളി ആ അഭിനയം അത്ര സ്മൂത്തായിട്ട് കൊണ്ടുപോകണം, എഫർട്ട്ലെസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഗ്രഹീത കലാകാരനെ പോലെ കൊണ്ടുപോകുന്നതിൻ്റെ കുറേ കാര്യങ്ങളിലൊന്നും പുള്ളി മറ്റ് പല കാര്യങ്ങളിലേക്കും അധികം ചിന്തിക്കാത്തത് കൊണ്ടും കൂടി ആയിരിക്കണം. അപ്പോൾ എല്ലാ സ്കില്ലും പുള്ളിക്കില്ല. പുള്ളിക്ക് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള രീതിയിലുള്ള അഭിനയത്തിൻ്റെതായിട്ടുള്ള അത് പുള്ളിനെ തൊടാൻ ഒരാളില്ല. അത് സത്യ ഒരു കാര്യമാണ്. പിന്നെ കുറേ ഫാൻസുകാർ കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ട്, ഇത് KGF കോപ്പിയാണ്, KGF അതേപോലെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, KGF ഇതേപോലെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ KGF എന്ന് പറയുന്ന പടം തന്നെ ഈ കൊറിയൻ സിനിമകളുടെ കുറേ ഭാഗങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസും അതിൻ്റെ അകത്തെ ഷോർട്സുകളും ഇതെല്ലാം കൊറിയൻ മാത്രമല്ല ഹോളിവുഡ് സിനിമകളുടെ കുറേ സംഭവങ്ങൾ കിട്ടിയിട്ട് തന്നെയാണ് അത് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പടം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം അതാണെന്ന് പറയരുത്. ഓക്കെ, ഇതിനകത്ത് എന്ത് പുതുമയുണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെ രസിപ്പിക്കുന്നു, അതാണ് നോക്കേണ്ടത്. കുറേ ഫാൻസുകാർ, ഇപ്പോൾ ഈ ഫാൻസുകാരെന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വേറെ കാര്യം പറയാം. ഈ മലയാളത്തിൽ ഈ ലാലേട്ടൻ്റെ ഒരു പടം സൂപ്പർ ഹിറ്റായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ല റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും കളക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ കിടന്ന് കരയുന്ന ഫാൻസുകാരുണ്ടല്ലോ, അത് ഏത് നടൻ്റെ ആയാലും നിങ്ങൾ തന്നെ പോയി 2-3 വട്ടം ഇത് ആരും അറിയാണ്ടിരുന്ന് കാണും. അതല്ലേ ഈ പടം ഇത്രയും വലിയ കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടുന്ന ഒരേ ഒരു നടൻ ലാലേട്ടൻ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ലാലേട്ടൻ ഫാൻസ് മാത്രമൊന്നും അല്ല ഈ പടം കണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ് കരയുന്ന നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഇത് 2-3 വട്ടം കണ്ട് പുറമേ നിങ്ങൾ വേറെ ആയിരിക്കും പറയുന്നത്. പക്ഷേ നിങ്ങളിത് കാണുന്നതുകൊണ്ടാണ് ഈ പുള്ളിയുടെ പടത്തിൽ ഇത്ര റേഞ്ച് വരുന്നത്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പൃഥ്വിരാജിന് അറിയാം. അതിൽ കറക്റ്റായിട്ട് പുള്ളിക്ക് വേണ്ടത് പുള്ളി അവിടെ എത്തിക്കും. അത് ആക്ടറുടെ ഭാഗത്തു നിന്ന് പുള്ളി ഉണ്ടാക്കിയെടുക്കും. ടെക്നീഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് പുള്ളിക്ക് എന്താണ് വേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണയുണ്ട്. അത് കറക്റ്റായിട്ട് എടുക്കും. അതിൻ്റെ അപ്പുറമോ അതിൻ്റെ ഇപ്പുറമോ പുള്ളി സമ്മതിക്കത്തും ഉണ്ടാകില്ല. കാര്യം പുള്ളിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഈ പടം ഇങ്ങനെ ചെയ്ത് പുള്ളിയുടെ മനസ്സിൽ ഇതിൻ്റെ പോർട്രൈസേഷൻ നടന്നു കഴിഞ്ഞു. ഒരു 10 വട്ടമെങ്കിലും പുള്ളിയുടെ മനസ്സിൽ ഈ സിനിമ നടന്നു കഴിഞ്ഞു, ഇതെങ്ങനെ ആണെന്നുള്ളത് പുള്ളി മനസ്സിൽ ഈ സിനിമ മൊത്തം കണ്ടതിന് ശേഷം മാത്രമാണ് പുള്ളി പണിക്കിറങ്ങിയിട്ടുള്ളത്. അത് ശരിക്കും നിങ്ങൾ അത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ലൊക്കേഷൻ ഹണ്ടിന് 1.5 വർഷം ഒരാൾ ഇതിനു വേണ്ടി ആൾക്കാർ വിടുകയെന്ന് പറഞ്ഞാൽ? ഒരു ലൊക്കേഷൻ ഹണ്ടിന് ഒരു പടം തന്നെ ഒരു 5-6 മാസം കൊണ്ടാണ് പ്ലാൻ ചെയ്ത് അവിടെ നടത്തിയത്. ഒരു ലൊക്കേഷൻ ഹണ്ട് മാത്രം 1.5 വർഷം എടുത്തെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ലൊക്കേഷൻസും അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് പോയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം അത്യാവശ്യം നല്ല രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഒത്തിരി ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമയും കൂടിയാണിത്. ഓക്കെ, അപ്പോൾ ആലോചിച്ചോ, ജോർദാനുണ്ട്, ഇറാഖുണ്ട്, ദുബായ് ഉണ്ട്, കേരളം ഇഷ്ടമായ സ്ഥലങ്ങളുണ്ട്, കർണാടകത്തിലുണ്ട്, മഹാരാഷ്ട്ര, ഗോവ, കാശ്മീരുണ്ട്, ഹിമാചൽ, അങ്ങനെ ചെന്നൈ. പിന്നെ ഇത് നോർത്ത് ഇന്ത്യ. ഈ പടത്തിൻ്റെ ഈ ഒരു ക്വാളിറ്റി സിനിമയുടെ ഒരു പ്രത്യേകത, ഒരു ക്വാളിറ്റി പ്ലസ് ക്വാണ്ടിറ്റി വന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം.
വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാം. ഞാൻ ലൂസിഫർ തന്നെ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്, എത്രയോ ആൾക്കാർ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. അത് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു സീൻസിനെ മാത്രമല്ല, ആ സീൻസിൻ്റെ ബാക്കിൽ വരുന്ന ഒത്തിരി പശ്ചാത്തലങ്ങളുണ്ട്. അതെല്ലാം കൂടി ഒരു കൺഫൈൻ ചെയ്താണ് ഒരു സീനിനെ പ്രൊഡക്റ്റ് ആക്കുന്നത്. അതിൽ പൃഥ്വിരാജിൻ്റെ സ്കില്ല് അസാധ്യ സ്കില്ല് തന്നെയാണ്. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, കാരണം എനിക്ക് വേറെ ഒന്നും വേണ്ട, എപ്പോഴും ഒന്നും വേണ്ട, സിനിമയ്ക്ക് മാത്രം മതി, സ്വന്തമായിട്ടൊന്നും വേണ്ട. പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ചു നിന്ന് കൊടുക്കണം, എപ്പോഴും സന്തോഷത്തോടെ നിന്ന്. അപ്പം ഞാൻ കാഴ്ചപ്പാടും പൃഥ്വിരാജിൻ്റെ ഒരു ഒബ്സർവേഷനും പുള്ളിയുടെ ഒന്നും പറയാനില്ല. വേറൊരു കാര്യം ഇതിനകത്ത് എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയത്, അനാവശ്യമായിട്ട് ഒരു ഷോട്ടും പുള്ളി ആഡ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയാനുള്ള വേറൊരു കാര്യം, നിങ്ങൾ ലൂസിഫർ ഒന്നുകൂടി എടുത്ത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് ബോബീനെ കൊല്ലുന്ന ഒരു സീനുണ്ട്. ലാലേട്ടൻ ഇങ്ങനെ ഇരുന്ന് പ്രിയദർശിനി രാംദാസിനെ വിളിക്കുന്നു, എന്താണ് അവനെ ചെയ്യേണ്ടത്, കിൽ ദാറ്റ് ബാസ്റ്റഡ് എന്ന് പറയുന്നു. പിന്നെ ഒന്ന് രണ്ട് ഡയലോഗുകൾ, അത് കറക്റ്റ് ആവശ്യമായിട്ടൊരു സംഭവമാണ്. ഇതൊരു ഫാൻസിനെ ത്രസിപ്പിക്കുന്ന രീതിക്ക് ആ പടം ഉണ്ടാക്കിയെങ്കിൽ പോലും ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് പോലും ഒരു തരത്തിലുള്ള എക്സാജറേഷൻ പുള്ളി ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഈ സീനിലൊക്കെ ബോബീനെ കൊല്ലുന്ന സീനൊക്കെ കുറച്ചും കൂടിയൊക്കെ വലുതാക്കി ചെയ്യാമായിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് കറക്റ്റ് പഞ്ച് ഡയലോഗ്, ബൈബിളിനെ ഉദ്ധരിച്ചുള്ള ഒരു ഡയലോഗ് അങ്ങോട്ട് പറയുന്നു, തോക്കെടുക്കുന്നു, പരിപാടി കഴിയുന്നു. എല്ലാം വളരെ പെട്ടെന്ന്. നമ്മൾ വിചാരിക്കും ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വിചാരിക്കും. കറക്റ്റ് ആ സീനിന് അതേ ആവശ്യമുള്ളൂ, കറക്റ്റാണത്, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. പക്ഷേ അവിടെ പുള്ളി ചെയ്തിരിക്കുന്ന ഭംഗി എന്ന് പറയുന്നത് ആ തോക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സീനിനെ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബുള്ളറ്റ് ഒറ്റ വെടിയല്ല വെടി വെക്കണം, ചെറിയ ഒരു ഗണ്ണാണെങ്കിൽ അത് ഒരു 3-4 അത് ഒരെണ്ണം ഷൂട്ട് ചെയ്യണം നമ്മൾ കാണിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്നുള്ള അത് ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബ്യൂട്ടിയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ ബൈജു അവസാനം ഷാജോണിനെ അലോഷീനെ കൊല്ലുന്ന സീന്, അലോഷി നീ എന്നോട് തെറ്റ് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അപ്പോൾ നിനക്കൊരു ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്ന് വേറെ ഒന്നും അലോഷിയോട് പറയുന്നൊന്നുമില്ല. സ്പോട്ടിൽ തന്നെ ബൈജു തോക്കെടുക്കുന്നു, ഒരു ഡയലോഗ് പറയുന്നു, പരിപാടി അന്നേരം അവിടെയും ഒരു എക്സാജറേഷൻ കഴിഞ്ഞില്ല, പരിപാടിയെല്ലാം കഴിച്ചു. അപ്പോൾ ഇതാണ് പുള്ളിയുടെ വ്യക്തത ഒരു സിനിമയെ പറ്റിയുള്ളത്. അത് വേണേൽ കുറച്ചും കൂടി പൊലിപ്പിക്കാന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അതാണ് കറക്റ്റ് സംഭവമാണത്. നമ്മുടെ തുപ്പാക്കി ക്ലൈമാക്സിൽ വിജയ് കാണിക്കുന്ന പോലെ സസ്പെൻസോടെ മരിക്കുമെന്ന് പറഞ്ഞ് ഒരു വെടി വെക്കുന്നില്ലേ, ആ ശരിക്കും ആ സീനിൽ നമുക്ക് തോന്നും പെട്ടെന്ന് കുറച്ചും കൂടി നീട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. അതാണ് അത്ര ആവശ്യമുള്ളതെന്ന്, അതിൻ്റെയൊക്കെ അത് മതി. അതുകൊണ്ട് എത്ര രസകരമായിട്ടാണ് ആ സീനുകളൊക്കെ അവസാനിപ്പിക്കുന്നത്, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വൺസ് അഗൈൻ പൃഥ്വിരാജിന് സല്യൂട്ട്.